ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഒരുങ്ങിയതുവാ. പക്ഷേ എന്റെ നല്ല മനസ്സ് കാണാൻ നിനക്ക് പറ്റിയില്ല. നീ എന്ന് മനസ്സ് മാറി എന്നെ സ്നേഹിക്കുന്നു, അന്ന് വരെ നിനക്ക് വേണ്ടി ഈ ജഗം കാത്തിരിക്കും. അത് മരണം വരെയും. വന്ദനെ, ഹരിതയെ വിളിച്ചത് മനോജിനെ തന്നെ ആയിരിക്കുമെന്നല്ലേ വന്ദനയുടെ സംശയം? അതെ, ഹരിതയുടെ സ്വഭാവം അനുസരിച്ച് മനോജിനെ വിളിക്കാൻ സാധ്യത കുറവാ. വന്ദനയ്ക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഹരിതയെ വിളിച്ചത് മനോജിനെ തന്നെയായിരുന്നു ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ അവിടുന്ന് വരത്തുള്ളായിരുന്നു. സാരമില്ല, ഹരിത വിളിച്ചത് വന്ദനയുടെ അനിയൻ മനോജിനെ തന്നെയാണെങ്കിൽ അതിനുള്ള തെളിവ് താനെ വന്നോളും. അതെങ്ങനെ? ആ, ചാത്തന്മാര് കൊണ്ടുവരും. ചാത്തന്മാരോ? ആ, ചാത്തസേവൻ തുടങ്ങിയോ? തുടങ്ങാതെ പറ്റില്ലല്ലോ. ജഗ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോവരുത്. അപകടം സ്വയം വിളിച്ചു വരുത്തും. എന്തപകടം? ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കി. അത് ഒരു സാഹസം പിടിച്ച പണിയായിരുന്നു. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഒരുങ്ങിയതുവാ. പക്ഷേ എന്റെ നല്ല മനസ്സ് കാണാൻ നിനക്ക് പറ്റിയില്ല. നീ എന്ന് മനസ്സ് മാറി എന്നെ സ്നേഹിക്കുന്നു, അന്ന് വരെ നിനക്ക് വേണ്ടി ഈ ജഗം കാത്തിരിക്കും. അത് മരണം വരെയും. ഇപ്പൊ അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം. മനോജും ഹരിതയല്ലേ? അതാണല്ലോ ഞാൻ പറഞ്ഞത്, തെളിവ് ചാത്തന്മാര് കൊണ്ടുവരുമെന്ന്. ആ, ദേ തെളിവെത്തിയല്ലോ. മനോജ. ഹലോ ചേച്ചി, ഇപ്പൊ എന്നെ ഹരിത വിളിച്ചിരുന്നു. ഹരിതയെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നാ ഹരിത പറഞ്ഞത്. മനോജ് എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്കിതുവരെ ജോലി ആയില്ലല്ലോ ചേച്ചി. ജോലിയും വരുമാനം ഇല്ലാതെ ഹരിത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ ഇനിയും കൂടത്തല്ലേ ഉള്ളൂ. അപ്പോ ഹരിതയെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലെന്നാണോ നീ പറയുന്നേ? അല്ല ചേച്ചി, ഒരു ജോലി കണ്ടെത്താനുള്ള സാവകാശം തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഹരിത ഇത് കേൾക്കുന്ന മട്ടില്ല. ജോലിയുള്ളപ്പോഴല്ലോ നീ ഹരിതയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. അപ്പോഴത്തെ അവസ്ഥയല്ലല്ലോ ചേച്ചി ഇപ്പോ ഉള്ളത്. അന്ന് അച്ഛന്റെ വരുമാനത്തിൽ കഴിയാന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോ അതില്ല. അപ്പോ ജോലിയാണ് നിന്റെ പ്രശ്നം. ഹലോ അളിയ, ഞാനാ. അളിയ, ഹരിത ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ ജോലി കിട്ടുന്നവരെ കാത്തിരുന്ന അത് വലിയ പ്രശ്നത്തിലേക്ക് പോവും. ഹരിതയുടെ ജോലി കൂടി ഇല്ലാതായ സ്ഥിതിക്ക് മനോജിനൊരു ജോലി അത്യാവശ്യമാണെന്നറിയാം. എന്നാലും ഹരിതയെ എത്രയും വേഗം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് നല്ലത്. അറിയാം, പക്ഷേ യാതൊരു വരുമാനവും ഇല്ലാതെ. അളിയ, ഞാൻ എനിക്കൊരു ജോലി അന്വേഷിച്ച് നടക്കുക. അതിന്റെ കൂട്ടത്തില് അളിയനും കൂടി ഒരു ജോലി നോക്കാം. തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ജോലി, അത് നമുക്ക് ശരിയാക്കാന്നേ. എന്റെ പൊളിറ്റിക്കൽ പവർ വെച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആദ്യം അളിയനൊരു ജോലി, അത് ശരിയാക്കാൻ എന്നാൽ കഴിയുന്നവരെ ഞാൻ ശ്രമിക്കും. താങ്ക് യു അളിയ. എന്നാ അളിയൻ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ശരി അളിയ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. രണ്ടുപേരെ ഒന്നിപ്പിച്ച മാത്രം പോരാ,
അവർക്ക് ജീവിക്കാനുള്ള ഒരു ജോലി കൂടി കണ്ടെത്തി കൊടുക്കണം. ഹാ, അതിനെങ്ങനെയാ? ഇവിടെ ഒരാൾക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. അല്ല, അതും ചാത്തൻ കൊണ്ടുവരും. ശരിക്കും? ശരിക്കും. ഇല്ലെങ്കിൽ നീ കണ്ടോ. നോക്കി കണ്ടൊക്കെ സാധനം ഇറക്കിക്കൊള്ളണം. പാറ കഴിഞ്ഞ തവണ വന്നതുപോലെ ആവരുത്. ഒരു ലോഡെന്ന് പറഞ്ഞാലേ അര ലോഡ് ആകരുതെന്ന്. പാറ ലോറി നിറയെ ഗ്യാപ്പില്ലാതെ കുത്തി നിറയ്ക്കണം. ഇടയിൽ നിറയ്ക്കണമെന്ന്, ഫില്ല് ചെയ്ത് നിറയ്ക്കണമെന്ന്. ഡോറിന്റെ കട്ടിലെല്ലാം പ്ലാവിന്റെ നോക്കിയെടുത്താ മതി. ദേ, വെള്ളയുണ്ടോന്ന് നോക്കിയെടുക്കണം. പിന്നെ മുൻവശത്തെ ഡോറ് തേക്ക് മതി. കേക്കലട പൊട്ട, തേക്ക് തേക്ക്. ആ, അഡ്വാൻസ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ടൈൽസോ? വീട് പണി കഴിഞ്ഞ് അവസാന ഘട്ടത്തിലല്ലടാ ടൈൽസ് പതിപ്പിക്കുക. അത് സമയമാകുമ്പോ ഞാൻ തന്നെ പോയി നോക്കിയെടുത്തോളാം. അവന്റെ ടൈൽസ് കത്തിയാണെങ്കിൽ ആയിക്കോട്ടെ. 16 അടുത്തുനിന്ന് കൊട്ടേഷൻ എടുത്തിട്ടേ ഞാൻ ടൈൽസ് വാങ്ങിക്കൂ. ആ, പറ്റിങ്ങിലേ അടുത്ത വ്യാഴാഴ്ച തൊട്ട് പണി തുടങ്ങാം. ആ, ശരി. പണമുണ്ടാക്കുന്നതല്ല, ഇവന്മാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതാ പാട്. ഇന്നലെ ഞങ്ങളുടെ മുറിയിലെ ഒരു കള്ളൻ കയറി. കൊട്ടാരം